അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ മാസമാണ്. മുസ്ലിങ്ങൾ വളരെ മാറ്റത്തിൻ്റെ കുതിപ്പിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പരിശുദ്ധമായ ബദർ ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സമകാലികമായ വെല്ലുവിളികളെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ സാമൂഹികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി നമുക്ക് വികസിക്കാം, മുന്നോട്ട് കുതിക്കാം എന്നുള്ള അന്വേഷണങ്ങളും ചർച്ചകളും പഠനങ്ങളും ഒക്കെ സജീവമായി നടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ജനവിഭാഗം അല്ലെങ്കിൽ സുന്നി വിഭാഗം, അത് ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു അസ്തിത്വമാണ് ആ സംഘടനയുടേത്, ആ ചേരിയുടേത്. കാന്തപുരത്തെ ഒപ്പം നിർത്താൻ സർക്കാർ. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്. ആ ശക്തമായ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ദേശീയ തലത്തിലോ മറ്റോ ഉള്ള യാതൊരു മുന്നേറ്റവും നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ ഏതെങ്കിലും സമീപനങ്ങളെ, അവയിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതിനെ ആക്ഷേപിച്ച് സമയം കളയുന്ന നിഷേധാത്മകമായ സമീപനം മാറ്റി കാന്തപുരം വിഭാഗവുമായി കൂടി സഹകരിക്കുന്നതിനുള്ള ഒരു ദാർശനികമായ അടിത്തറ രൂപപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ സംസാരത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത്. മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി അനവരതം പ്രവർത്തിച്ച ഒരു നവോത്ഥാന നായകനാണ്, ഒരു പരിഷ്കർത്താവാണ്. അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് വേണ്ടത്ര ജനകീയമായില്ല. കാരണം ഇംഗ്ലീഷ് പഠിക്കണം, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങൾ മുന്നോട്ട് വരണം, മുസ്ലിങ്ങൾ പരിവർത്തന വിധേയരാകണം എന്നുള്ളത് ആ ബഹുജനങ്ങളിലേക്ക് അതെത്തിയില്ല. അതൊരു അലീഗർ പ്രസ്ഥാനം വലിയ ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് മാറിയില്ല. എന്നാൽ കാന്തപുരം ഉസ്താദ്, അദ്ദേഹം സാങ്കേതികമായി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഒരു വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ നേതാവാണെങ്കിൽ കൂടി അദ്ദേഹം ഈ ജനതയെ നയിക്കുന്നത് യാഥാസ്ഥിതികത്വത്തിലേക്കല്ല, മറിച്ച് വളരെ ഉയർന്ന ആധുനിക മൂല്യങ്ങളിലേക്കും പരിഷ്കൃത മൂല്യങ്ങളിലേക്കും വെളിച്ചത്തിലേക്കുമാണ് ഈ ആളുകളെ അദ്ദേഹം നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ ചില ആളുകൾ ഒരു തടസ്സവാദമായിട്ട് വളരെ വൈകാരികതയോടുകൂടി ഉന്നയിക്കാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഷാറു മുബാറക്ക്, തിരുകേശം, അതിൻ്റെയൊക്കെ സാന്നിധ്യമൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ബഹുജനങ്ങളിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ അവരെ ആവേശിക്കുന്ന എന്തെങ്കിലും പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ ഉണ്ടെങ്കിലേ ആളുകൾ കയ്യിലെടുക്കാൻ പറ്റൂ. നമ്മളിപ്പോ ഈ പറയുന്ന വലിയ വലിയ സിദ്ധാന്തങ്ങളോ ഫിലോസഫികളോ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് അത് മനസ്സിലാവുക തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണാത്മകമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നവോത്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരായ ആളുകളുടെ, ബഹുജനങ്ങളുടെ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ലാക്കിന്ന അക്സറന്നാസിലായാലമൂൻ, ജനങ്ങളിൽ ഭൂരിപക്ഷവും വിവരം കെട്ടവരാകുന്നു എന്നാണ് പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വിവരം കെട്ടവരാണെങ്കിലും ഫഹ്മ്, അഖ്ല് കുറഞ്ഞ ആളുകളാണെങ്കിലും അവരെയും നമുക്ക് ഈ നവോത്ഥാന പ്രവാഹത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. കല്ലിമിന്നാസ അലാ ഖദിരി ഉഖൂലിഹിം, ജനങ്ങളോട് അവർക്ക് മനസ്സിലാവുന്ന നിലവാരത്തിൽ സംസാരിക്കുക. അവർക്ക് മനസ്സിലാവും തിരുകേശം, ഷെഹർ മുബാറക്ക്, ബർക്കത്തെടുക്കൽ, കൈപിടിച്ചു മൊത്തൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവരോട് പറയുകയാണ്, നമ്മൾ ഒന്ന് നവോത്ഥാനിക്കപ്പെടണം, നമ്മളൊന്ന് മാറണം, നമ്മൾ ഒന്ന് എന്നൊക്കെ പറയും. ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്ത് മാറ്റം, ഇവിടെ നിസ്കാരം നോമ്പ് ഒക്കെ നടക്കണ്ടല്ലോ, എന്താ വിലടി പറയണേ എന്ന് പറഞ്ഞ് ആളുകൾ അതിനോട് വട്ടം ഉടക്കും. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റഫോറുകളെ, സിംബലുകളെ വലിയ സാമൂഹിക ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള
ബോൾഷെവിക് വിപ്ലവം അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്ന ഐതിഹാസികമായ ആ ഒരു മാറ്റം, ആ റഷ്യൻ വിപ്ലവം സംജാതമാക്കുന്നതിന് ആ വിപ്ലവ പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങളെ കൂടി പങ്കാളികളാക്കാൻ വേണ്ടി അന്ന് പിന്നീട് സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ട അന്നത്തെ ആ റഷ്യയിലെയും മറ്റുമൊക്കെ മുസ്ലിങ്ങളോട്, യാഥാസ്ഥിതികരായ മുസ്ലിങ്ങളോട്, അവരോട് വൈരുദ്ധ്യാത്മക ഭൗതികവാദോ അല്ലെങ്കിൽ വർഗ സംഘടനോ, മാനവരാശിയുടെ ഇന്നേ വരെയുള്ള ചരിത്രം അനുസ്യൂതമായ പോരാട്ടത്തിന്റെ ചരിത്രമാണ്, വർഗ സംഘടനകളുടെ ചരിത്രമാണ് എന്നൊന്നും പറഞ്ഞ ഉലായിക്കന്നാസു ലാ യഫ്ഹമൂൻ, ആ ആളുകൾക്ക് അത് മനസ്സിലാവൂല. ഹാദാ ഖൗമുൻ ജാഹിലൂൻ ആണല്ലോ. അപ്പോൾ അവരോട് ലെനിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മൂന്നാം ഖലീഫയായിരുന്ന ഹസ്രത്ത് ഉസ്മാൻ ഉണ്ടല്ലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ചോര വീണ മുസ്ഹഫ് ഇപ്പോൾ നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന സർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലുണ്ട്. ഞാൻ നയിക്കുന്ന ഈ വിപ്ലവം ജയിച്ചാൽ ആദ്യം ഞാൻ ചെയ്യുക, ആ മുസ്ഹഫ് അവിടെ നിന്ന് മോചിപ്പിച്ച് നിങ്ങൾക്ക് എടുത്തു തരും, നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ വായ്സി മൂവ്മെന്റിൽ റഷ്യയിലെ മുസ്ലിങ്ങളെല്ലാം ലെനിന്റെ കൂടെ നിന്നു. അങ്ങനെയാണ് 1917 റഷ്യൻ വിപ്ലവം വിജയിച്ചത് എന്നാണ് ചരിത്രം. അപ്പൊ ഇതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന മതാത്മകമായിട്ടുള്ള പ്രതീകങ്ങളെ, ചിഹ്നങ്ങളെ, ശേഷിപ്പുകളെ ആ ജനതയെ പരിവർത്തിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസപരമായ, സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ ആ ജനതയുടെ തന്നെ അഭ്യുന്നതിക്ക് വേണ്ടി ആ മാറ്റത്തെ, ആ പ്രവർത്തനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് അത്തരം സിംബലുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു നയമാണ് ഇദ്ദേഹം കൈക്കൊള്ളുന്നത് എന്നാണ്, അങ്ങനെ നോക്കിക്കാണാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതിന്റെ സനത് ചോദിച്ചും അതിന്റെ കർമ്മശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ സാധുതയും സാധ്യതയും അന്വേഷിച്ച് അത് പുറകെ നടക്കാതെ, സർവോപരി അദ്ദേഹം നടത്തുന്ന കോളേജുകളിലും മറ്റുമൊക്കെ, ലോ കോളേജിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് കേശത്തെ പറ്റിയൊന്നുമല്ല. അവിടെയൊക്കെ ഉയർന്ന ഈ സമൂഹത്തിന്, ഈ കാലത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അവരുടെ വാർഷികങ്ങളാണെങ്കിലും ആഘോഷങ്ങൾ, ഓണാഘോഷങ്ങളൊക്കെ ബഹുസ്വര മൂല്യങ്ങളുടെ, മതേതരത്വത്തിന്റെ, മാനവിക കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ സ്ത്രീകളോട്, പെൺകുട്ടികളോട് വിവേചനമില്ല, ഇതര മതസ്ഥരോട് വിവേചനമില്ല. ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് എന്താണോ വേണ്ടത്, അവർ എങ്ങനെയാണോ ആയിരിക്കേണ്ടത്, അങ്ങനെ ആകാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആ സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും മുൻവിധിയോടുകൂടി കാണാതെ സെക്ടേറിയനായി കാണാതെ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമീപനം ഇത്തരം സാമൂഹിക രംഗത്ത്, സാമുദായിക രംഗത്ത് നമുക്കുണ്ടാകണം. അതാണ് ഈ റമദാൻ നൽകുന്ന സന്ദേശം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു.